Next, നമുക്ക് theorem 6.16 നോക്കാം. Let chi1, chi2, etc. chi 5k denote the 5k Dirichlet characters modulo k. Let m and n be two integers with GCD of nk equal to 1. Then we have summation chi r of m, chi r bar of n. R varies from 1 to 5k equal to 5k if m congruent to n mod k and 0 if m not congruent to n mod k. അപ്പോൾ ഇവിടെ ഡിറിച്ച്ലെറ്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡിറിച്ച്ലെറ്റ് ക്യാരക്ടേഴ്സ് chi1, chi2, എക്സെട്ര chi 5k നമ്പർ ഉണ്ട്, അതുകൊണ്ട് 5k ഡിറിച്ച്ലെറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡിറിച്ച്ലെറ്റ് ക്യാരക്ടേഴ്സിനെയാണ് chi1, chi2, എക്സെട്ര chi 5k എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ എം ആൻഡ് എൻ എടുക്കുന്ന ടു ഇൻറ്റീജേഴ്സ് വിത്ത് ഇവിടെ പറഞ്ഞേക്കുന്ന എന്നും കെയും റിലേറ്റീവ്ലി പ്രൈം ആണ്. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യണം സമ്മേഷൻ chi r of m, chi r bar of n, r from 1 to 5k equal to when m is congruent to n mod k, value is 5k, and m incongruent to n mod k, value is 0. പ്രൂഫ് നോക്കാം. അപ്പോൾ ഇവിടെ എന്നും കെയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എമ്മും കെയും നമുക്കിവിടെ പ്രൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി പ്രൈം ആണ്, അതുകൊണ്ട് തന്നെ നോട്ട് റിലേറ്റീവ്ലി പ്രൈം നോക്കണം. അപ്പോൾ ഇഫ് എം ആൻഡ് കെ ആർ റിലേറ്റീവ്ലി പ്രൈം, ടേക്ക് എ ഐ ഈക്വൽ ടു എൻ ക്യാപ് ആൻഡ് എ ജെ ഈക്വൽ ടു എം ക്യാപ്. റിലേറ്റീവ്ലി പ്രൈം ആണ് എമ്മും കെയും. നമ്മൾ എ ഐയും എ ജെയ്ക്കും എൻ ക്യാപ്പും എം ക്യാപ്പും എടുക്കുന്നു. ഇനി എം ക്യാപ് ഈക്വൽ ടു എൻ ക്യാപ് ഇഫ് എം ഈസ് കോൺഗ്രന്റ് ടു എൻ മോഡ് കെ. എമ്മും കെയും എമ്മും എന്നും കോൺഗ്രന്റ് ടു മോഡ് കെ ആണെങ്കിൽ എം ക്യാപ് ഈക്വൽ ടു എൻ ക്യാപ് എന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഓർത്തോഗണൽ റിലേഷൻ, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട് കൊടുത്തതാണ്. ബൈ ഓർത്തോഗണൽ റിലേഷൻ വി നോ ദാറ്റ്, ഇത് നമ്മൾ ഓർത്തോഗണൽ റിലേഷൻ അതിൻ്റെ പ്രൂഫും പറഞ്ഞതാണ്. സമ്മേഷൻ എഫ് ആർ ബാർ എ ഐ എഫ് ആർ എ ജെ ഈക്വൽ ടു എൻ ആൻഡ് 0. എൻ എപ്പോഴാവുന്ന എ ഐ ഈക്വൽ ടു എ ജെ, 0 എ ഐ നോട്ട് ഈക്വൽ ടു എ ജെ, ആർ വേരീസ് ഫ്രം 1 ടു എൻ. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ എഴുതിയേക്കുന്ന എ എന്ന് പറയുന്ന എൻ ക്യാപ്പാണ്, എ ജെ എന്ന് പറയുന്ന എം ക്യാപ്പുമാണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്ന ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് ആണ് അല്ലേ. സമ്മേഷൻ ആർ ഈക്വൽ ടു 1 ടു എൻ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ നമ്പറാണ് എൻ. സോ ആർ ഈക്വൽ ടു 1 ടു എൻ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ഡിറിച്ച്ലെറ്റ് ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? നമ്പർ 5 ഓഫ് കെ ആണ്. സോ ആർ ഈക്വൽ ടു 1 ടു 5 ഓഫ് കെ. എഫ് ആർ ബാർ, ഇതിനകത്ത് എഫ് ആർ ബാർ എ ഐക്ക് പകരം എന്താ എൻ ക്യാപ്പും എ ജെക്ക് എം ക്യാപ്പും, എഫ് ആർ എം ക്യാപ്പ് ഈക്വൽ ടു സമ്മേഷൻ ആർ ഈക്വൽ ടു 1 ടു 5 ഓഫ് കെ. ഇനി എഫ് ആർ ബാർ എൻ ക്യാപ്പ് എന്ന് പറയുന്ന ബൈ ഡെഫിനിഷൻ കൈ ആർ ബാർ ഓഫ് എൻ ആണ്. അതുപോലെ തന്നെ എഫ് ആർ ഓഫ് എം ക്യാപ്പ് എന്ന് പറയുന്ന കൈ ആർ ഓഫ് എം എന്നാണ് ബൈ ഡെഫിനിഷൻ. കൈയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ച് ഈക്വൽ ടു, ഇനി നമുക്കറിയാം എം കോൺഗ്രന്റ് ടു എൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 5k ആണ് അല്ലേ, ഈക്വൽ ടു 5k. ഇഫ് എം ഇൻകോൺഗ്രന്റ് ടു എൻ മോഡ് കെ ആണെങ്കിൽ ഇവിടെ എ ഐ ഈക്വൽ ടു എ ജെ എന്നാണ്. അപ്പോൾ ഇവിടെ എം ക്യാപ്പ് ഈക്വൽ ടു എൻ ക്യാപ്പ്, എം ക്യാപ്പ് ഈക്വൽ ടു എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എം ഈ കിട്ടിയേക്കുന്നത് അല്ലേ, ഈക്വൽ ടു എൻ എന്ന് പറയാൻ പകരം 5 ഓഫ് കെ. ഇഫ് ഇവിടെ എം കോൺഗ്രന്റ് ടു എൻ മോഡ് കെയും 0 വരുന്ന എം ഇൻകോൺഗ്രന്റ് ടു എൻ മോഡ് കെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ എം കോൺഗ്രന്റ് ടു എൻ മോഡ് കെ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് നോട്ട് ദാറ്റ്, എന്താ എം കോൺഗ്രന്റ് ടു എൻ മോഡ് കെ ആണെങ്കിൽ എം ക്യാപ്പ് ഈക്വൽ ടു എൻ ക്യാപ്പ് ആണ് അല്ലേ. ഇവിടെ എ ഐ ഈക്വൽ ടു എ ജെ, ദാറ്റ് ഈസ് എ ഐ എന്ന് പറയുന്ന എൻ ക്യാപ്പ്, എ ജെ എന്ന് പറയുന്ന എം ക്യാപ്പ്. ഇത് രണ്ടും ഈക്വൽ എപ്പോഴാണ് ആവുന്നത്? എം കോൺഗ്രന്റ് ടു എൻ മോഡ് കെ. ഇനി എ ഐ നോട്ട് ഈക്വൽ ടു എ ജെ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എൻ ക്യാപ്പും എം ക്യാപ്പും നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? എം ഇൻകോൺഗ്രന്റ് ടു എൻ മോഡ് കെ.
അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ആയി. ഇനി നെക്സ്റ്റ് ഇഫ് ഇപ്പൊ ഇവിടെ ആദ്യം എടുത്തത് റിലേറ്റീവ്ലി പ്രൈം ആണ്, എമ്മും കെയും റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി എമ്മും കെയും റിലേറ്റീവ്ലി പ്രൈം അല്ല, ഇപ്പൊ ഗ്രേറ്റർ ദാൻ 1 പ്രൈം അല്ലെങ്കിൽ നമുക്കറിയാം സമ്മേഷൻ കൈ ആർ ബാർ എൻ കൈ ആർ ഓഫ് എം ഈക്വൽ ടു എന്താകും 0 ആകും. ആൻഡ് അവിടെ എന്താ എം ഇൻകോൺഗ്രന്റ് ടു എൻ മോഡ് കെ. അതല്ലേ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് സംസ് ഇൻവോൾവിങ് ഡിറിച്ച്ലെറ്റ് ക്യാരക്ടേഴ്സ്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു നൊട്ടേഷൻ വരുന്നുണ്ട്, ഓ എന്നും പറഞ്ഞ് അല്ലെ. അപ്പൊ അതിനെ പറയുന്ന ബിഗ് ഓ എന്നാണ്. ആ ബിഗ് ഓയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ ബിഗ് ഓ നൊട്ടേഷൻ അതെന്ന് പറയുന്ന അസിംപ്റ്റോട്ടിക് ഇക്വാളിറ്റി ഓഫ് ഫങ്ഷൻസ് ആണ്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്, നമുക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നൊട്ടേഷൻ. asymptotic equality of function. Definition gx എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ വി റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ ഇതിന് ഓ എന്ന് പറയുന്ന ബിഗ് ഓ എന്നാണ് നമ്മൾ പറയുന്നത്, ബിഗ് ഓ ഓഫ് ജി ഓഫ് എക്സ്, which means that quotient f of x by g of x is bounded for f of x equal to big O of g of x. മീൻ ചെയ്യുന്ന എന്താണ്, എഫ് ഓഫ് എക്സ് കോഷ്യന്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്താണ്, ബൗണ്ടഡ് ആണ്. അപ്പൊ ബൈ ബൗണ്ടഡിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ദെയർ എക്സിസ്റ്റ് എ constant m greater than 0 such that mod f of x less than or equal to m g of x. മനസ്സിലായോ? ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് അതെങ്ങനെ ആയിരിക്കണം, ഗ്രേറ്റർ 0 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. We write f of x equal to big O of g of x, which means that the quotient f of x by g of x is bounded. That is, there exists a constant, bounded in the definition, a constant m greater than 0 such that mod f of x less than or equal to m g of x. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് ഈ ഓ എന്ന് പറയുന്ന നൊട്ടേഷൻ അവിടെ ആവശ്യം വരും. നോക്കിക്കേ, തിയറം 6.17. Let chi be any non-principal character modulo k and let f be a non-negative function which has a continuous negative derivative f dash x for all x greater than or equal to x naught. Then if y greater than x greater than or equal to x naught, that is x lies between x naught y. We have summation x less than n less than or equal to y chi of n f of n equal to big O f of x. The first. ഇനി അതിനകത്ത് ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ഇഫ് ഇൻ അഡീഷൻ എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ദെൻ ദ ഇൻഫൈനൈറ്റ് സീരീസ്, ഇത് ഇൻഫൈനൈറ്റ് സീരീസ് ആവുമ്പോൾ അതെന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ കൺവേർജസ്.
and we have for x greater than or equal to x naught. As x tends to infinity, f of x tends to 0. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺവേർട്ട് ചെയ്യുന്നു. ഇനി for x greater than or equal to x naught, x greater than or equal to x naught ആണെങ്കിൽ summation n less than or equal to x chi of n f of n equal to summation n equal to 1 to infinity chi of n f of n plus big O of f of x. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കൈ എന്ന് പറഞ്ഞ എടുത്തേക്കുന്ന നോൺ പ്രിൻസിപ്പൽ ക്യാരക്ടേഴ്സ് ആണ്. മോഡുലോ കെ. ഇനി എഫ് എന്ന് പറയുന്ന ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ് വിച്ച് ഹാസ് എ കണ്ടിന്യൂസ് നെഗറ്റീവ് ഡെറിവേറ്റീവ്. അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഡെറിവേറ്റീവ്. എഫ് ഈസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ വിച്ച് ഹാസ് എ കണ്ടിന്യൂസ് നെഗറ്റീവ് derivative f dash of x for all x greater than or equal to x naught. ഇനി y greater than x greater than or equal to x naught, we have summation x less than n less than or equal to y chi of n f of n equal to big O f of x. ഫസ്റ്റ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്തു. നമുക്ക് കൺസിഡർ ചെയ്യാം a of x equal to summation chi of n less than or equal to x. അപ്പം a of x എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്ത് സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കൈ ഓഫ് n. ഇനി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് കൈ എന്ന് പറയുന്നത് എന്താണ്? നോൺ പ്രിൻസിപ്പൽ ക്യാരക്ടർ മോഡുലോ കെ ആണ്. അങ്ങനെയാണെങ്കിൽ ആ എ കെ എക്സിന് വരെ എ കെ ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to k കൈ ഓഫ് n. കൈ എന്താണ്? നോൺ പ്രിൻസിപ്പൽ ക്യാരക്ടർ ആണ്. അപ്പൊ എല്ലാ വാല്യൂസും എന്തായിരിക്കും? 0 ആണ്. സോ സം ഓഫ് കൈ ഓഫ് n എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 കിട്ടും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പീരിയോഡിക് ആണെന്ന്. പീരിയോഡിക് ആവുമ്പോൾ ആ പീരിയഡിൽ നെക്സ്റ്റ് തുടങ്ങുമ്പോൾ അതാത് പീരിയഡിൽ എന്തായി പോകും? 0 ആവും. ദെയർഫോർ എ എൻ കെ ഈക്വൽ ടു 0. അപ്പോൾ ബൈ പീരിയോഡിസിറ്റി നമുക്ക് എന്ത് പറയാം? എ ഓഫ് എൻ കെ ഈക്വൽ ടു 0 ഫോർ എൻ ഈക്വൽ ടു 2, 3 എക്സെട്ര. 1 എഴുതാൻ പറ്റത്തില്ലല്ലോ. 1 എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ്. കൈ 1 എന്ന് പറയുന്ന വാല്യൂ ഈസ് 1, പ്രിൻസിപ്പൽ ക്യാരക്ടർ. നോൺ പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞത്. അപ്പോൾ എൻ ഈക്വൽ ടു 2 തൊട്ടാണ് വരുന്നത്. 2, 3 എക്സെട്ര. ഹെൻസ് നമ്മൾ ഇതിനകത്ത് മോഡ് എടുക്കുന്നു. മോഡ് എ ഓഫ് എക്സ് മോഡ് എടുത്തപ്പോൾ സമ്മേഷൻ ഇതെന്തൊരു മോഡ്. അപ്പൊ ഇതെന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ മോഡ് കൈ ഓഫ് എൻ. ഇനി ഇത് കൈ ഓഫ് എന്നിന്റെ വാല്യൂ എന്ത് വരാം? 0 or 1 വരാം. അപ്പൊ ഇത് എപ്പോഴും ലെസ് ദാൻ 5 ഓഫ് കെ ആയിരിക്കും. മോഡ് കൈ ഓഫ് എൻ എന്ന് പറയുന്ന ലെസ് ദാൻ 5 ഓഫ് കെ ആയിരിക്കും. ആ 5 ഓഫ് കെ ഇതിന്റെ വാല്യൂ എപ്പോഴും എങ്ങനെയൊക്കെ വരത്തുള്ളൂ? 0ഉം 1ഉം വരത്തുള്ളൂ. അപ്പോൾ 1 വരുന്നത് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു കെ, ഓർ ദിസ് ഈസ് ജസ്റ്റ് എ റൂട്ട് ഓഫ് യൂണിറ്റി. എങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ നമ്മൾ പ്രോബ്ലം ചെയ്തില്ലായിരുന്നു? കെയുടെ വാല്യൂ വെച്ചിട്ട് കൈ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ അതിന്റെ റൂട്ട്സ് കണ്ടുപിടിച്ചപ്പോൾ എപ്പോഴും എന്തായിരിക്കും? റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ് വന്നേക്കുന്നത് അല്ലെ? അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത് 1 വരും. ആൻഡ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു മോഡ് കെ, ദിസ് ഈസ് ജസ്റ്റ് 0. അപ്പോൾ റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തതിനെല്ലാം നമ്മൾ അവിടെ എന്ത് കൊടുത്തായിരുന്നു? 0 കൊടുത്തില്ലേ? വാല്യൂസ് ഇങ്ങനെ എഴുതിയപ്പോൾ ഓർക്കുന്നുണ്ടോ? നോട്ട് റിലേറ്റീവ്ലി പ്രൈമിൽ സീറോസ് കൊടുത്തു. അതുപോലെ തന്നെ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് യൂണിറ്റിയുടെ വാല്യൂസ് ആണ് നമ്മൾ അവിടെ എഴുതിയത്. മനസ്സിലായോ? അപ്പൊ ആ വാല്യൂസ് എല്ലാം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എ ഓഫ് എക്സ് ഈക്വൽ ടു എല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം?
ബിഗ് ഓ ഓഫ് വൺ എന്ന് പറയും. ബിഗ് ഓ ഓഫ് വൺ എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ആ ബിഗ് ഓ ഓഫ് വണ്ണിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം പഠിച്ചു നോക്കുക. ഇത് ചാപ്റ്റർ 3 ഉള്ളതാണ് ഈ ബിഗ് ഓ നൊട്ടേഷനും അതിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ. പക്ഷെ നമുക്കിവിടെ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. ആ ചാപ്റ്റർ കൂടുതലായിട്ട് പഠിക്കാനില്ല. അപ്പോൾ ആ കോൺസ്റ്റൻസ് എല്ലാത്തിനെയും കൂടാണ് നമ്മളിവിടെ എന്ത് എഴുതിയത്, ബിഗ് ഓ ഓഫ് വൺ എന്ന് എഴുതിയത്. ഇനി ബൈ ഏബിൾസ് ഐഡന്റിറ്റി, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഏബിൾസ് ഐഡന്റിറ്റി പഠിച്ചായിരുന്നല്ലേ ഈ മോഡ്യൂളിനകത്ത്. അപ്പൊ ആ ഏബിൾസ് ഐഡന്റിറ്റി ബൈ ഹാർട്ട് ചെയ്യണം. ഏബിൾസ് ഐഡന്റിറ്റി ബൈ ഹാർട്ട് ചെയ്യുക. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് വൈ എ ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് എ ഓഫ് എക്സ് ദിസ് ഈസ് ഈക്വൽ ടു ആണ്. സോറി, ഞാൻ അവിടെ മൈനസ് എന്നാണെന്ന് തോന്നുന്നു. ഈക്വൽ ടു എഫ് ഓഫ് വൈ എ വൈ മൈനസ് എഫ് ഓഫ് എക്സ് എ ഓഫ് എക്സ് മൈനസ് ഇൻറ്റഗ്രൽ എക്സ് ടു വൈ എ ഓഫ് ടി എഫ് ഡാഷ് ടി ഡി ടി സമ്മേഷൻ എക്സ് ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇനി ഇവിടെ കണ്ട് നമുക്ക് എ ഓഫ് എക്സ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് വൺ എന്നാണ്. അപ്പൊ എ ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബിഗ് ഓ ഓഫ് വൺ അല്ലേ. അത് ഇൻറ്റു എഫ് ഓഫ് വൈ ദാറ്റ് ഈസ് ബിഗ് ഓ ഓഫ് എഫ് ഓഫ് വൈ പ്ലസ് ഇവിടെയും എ എക്സ് ഈക്വൽ ടു ബിഗ് ഓ ഓഫ് വൺ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ ബിഗ് ഓ ഓഫ് വൺ എന്ന് കൊടുക്കുന്നത്, അതായത് എഫ് എക്സ് ഇൻറ്റു ബിഗ് ഓ. അപ്പോൾ ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഈ എ ടി എന്ന് പറയുന്ന ബിഗ് ഓ ഓഫ് വൺ ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ആ നെഗറ്റീവിനെ ഇൻറ്റഗ്രലിനകത്ത് എഴുതി പ്ലസ് ബിഗ് ഓ ഓഫ് ഇൻറ്റഗ്രൽ എക്സ് ടു വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇനി ഈക്വൽ ടു ഇതെന്ന് പറയുന്നതും എഫ് ഡാഷ് ടി ഇൻറ്റഗ്രലില് എഫ് ടി എക്സും വൈയും എല്ലാം വരും. അപ്പോൾ അതും എന്താണ് ഓ ഓഫ് ഇത് രണ്ടും തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഓ ഓഫ് എഫ് ഓഫ് വൈ പ്ലസ് ഓ ഓഫ് എഫ് ഓഫ് എക്സ് ബിഗ് ഓ ഓഫ് എഫ് ഓഫ് വൈ പ്ലസ് ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ് തന്നെ എഴുതാം. ഇതും നമുക്ക് ഈ രണ്ട് ടേംസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആ ടേംസ് മാത്രമാക്കി എഴുതി. ഇനി നമ്മൾ പറഞ്ഞു എഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇനി വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എക്സ് ആണ് അല്ലേ. അതാണ്ട് എക്സ് ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. ദെൻ എഫ് ഓഫ് വൈ എന്ന് പറയുന്ന എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ നമുക്ക് ഈ ഓ ഓഫ് ബിഗ് ഓ ഓഫ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. അപ്പൊ കൂടുതൽ ഏതായിരിക്കും, ഓ ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് രണ്ടിനെയും കൂടി ചേർത്ത് എന്ത് എഴുതാം, ഓ ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. സിൻസ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. മനസ്സിലായോ? അത്രയും ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് വന്നപ്പോൾ ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ് എഴുതിയേക്കുന്നത്? ഇവിടെ ഇന്റഗ്രേഷൻ പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് എക്സും എഫ് വൈയുടെയും ടേം ആണ്. അതിന് രണ്ട് എഫ് എക്സ് ഓ ഓഫ് എന്നും പറഞ്ഞാണ് വരുന്നത് അല്ലേ. എഫ് എക്സ് എഫ് വൈ ഓ ഓഫ്. അപ്പോൾ ഇവിടെ രണ്ട് ടേം ഓ ഓഫ് എഫ് ഓഫ് വൈ ഓ ഓഫ് ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് എഫ് ഓഫ് വൈ എഫ് ഓഫ് എക്സ് ആ ടേമിൽ തന്നെ എഴുതാം. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എക്സ് ആണ് അല്ലേ. സോ എഫ് ഓഫ് എഫ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഡിക്രീസിങ് ആയിരിക്കും. എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം, ഇത് രണ്ടിനെയും കൂടെ ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ആണ്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇഫ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ദെൻ ഫ്രം 1. സോ ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഇതാണ്. ഈ 1-നകത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ടെൻസ് ടു
അതായത് എഫ് ഓഫ് എക്സ് ടെൻസ് ടു സീറോ എന്ന് പറയുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ദിസ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആവും. സോ സമ്മേഷൻ എക്സ് ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് കൺവേർജസ് ബൈ എന്ത് പറയാം കോഷീസ് കൺവേർജൻസ്. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് so summation n equal to 1 to infinity partial sum of chi of n f of n എന്ത് എഴുതാം കൺവേർജസ് എന്ന് എഴുതാം. ഇനി തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ നോ തേർഡ് എന്തായിരുന്നു and we have for x greater than or equal to x naught summation n less than or equal to x chi of n f of n equal to summation n equal to 1 to infinity chi of n f of n plus big O of f of x അല്ലേ. അത് അപ്രൂവ് ചെയ്യണ്ടേ. ഇനി നമുക്ക് ഈ കൺവേർജൻസ് പറഞ്ഞിരിക്കുന്ന ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു ഈ സമ്മേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ദാറ്റ് ഈസ് n എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും അതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ എക്സും എടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ പ്ലസ് അടുത്ത സമ്മേഷൻ n ഗ്രേറ്റർ ദാൻ എക്സ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇത് n ഗ്രേറ്റർ ദാൻ എക്സ് എന്നുള്ളതിനെ നമുക്ക് എക്സ് ലെസ് ദാൻ എൻ അത് മാക്സിമം എവിടം വരെ പോവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. കൈ ഓഫ് എൻ എഫ് ഓഫ് എക്സ് ലിമിറ്റ് വൈ ടെൻസ് ടു ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ദാണ്ട് ഇവിടെ ഇതിനകത്ത് summation x ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ബൈ 1 എന്തോ കിട്ടിയേക്കുന്നത് ഈ ടേം ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി സമ്മേഷൻ ബാക്കി എല്ലാം അതുപോലെ കഴിഞ്ഞ് ഇതിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഇപ്പുറത്തും വരുന്ന ഇതിനെ നമ്മൾ ഇപ്പുറത്തോട്ടുകൂടെ എഴുതണം. അതായത് ഈ ഓ ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ബിഗ് ഓ ഓഫ് എഫ് എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സമ്മേഷൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി കൈ ഓഫ് എൻ എഫ് ഓഫ് എൻ ബിഗ് പ്ലസ് ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ്. അതാ റിസൾട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇന്റർചേഞ്ച് ചെയ്തു. മനസ്സിലായോ? ഇന്റർചേഞ്ചിങ് ദി സമ്മേഷൻസ് വി ഗെറ്റ് സമ്മേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇക്വേഷൻ 1-നകത്തുനിന്ന് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് എന്തായി പോകും? 0. therefore ഇത് കൺവേർജ് ചെയ്യുന്നെന്ന് പറയാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺവേർജസ് എന്ന് പറയാം. ഇനി അത് സമ്മേഷൻ അത് എടുക്കുക ഈക്വൽ ടു ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും എടുക്കുന്നു, n ഗ്രേറ്റർ ദാൻ എക്സും എടുക്കുന്നു. n ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുമ്പോൾ എവിടം വരെ വരും? y വരെ വരത്തുള്ളൂ. അതായത് എക്സ് ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അങ്ങനെ രണ്ട് സമ്മേഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. മനസ്സിലായോ? ഇനി ഈ സമ്മേഷൻ 1-നകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നതാണ് ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ സെക്കൻഡ് ടേമിൽ ഇതിനെ എന്ത് കൊടുക്കാം? ബിഗ് ഓ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം.
therefore ആൻസർ ആയി. രണ്ടിടത്ത് ഈ സമ്മേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ടേംസ് രണ്ടും സെയിം ആണ്. അപ്പോൾ സമ്മേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും. ഓക്കെ.